ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. ക്രിസ്തു സ്നേഹത്തിൻ്റെ നനുത്ത ഭാവങ്ങളെ ഹൃദയഫലകങ്ങളിൽ കോറിയിട്ട് ഒരു വിശുദ്ധ ജീവിതം കടന്നുപോയി പ്രിയപ്പെട്ട സിസ്റ്റർ അനില പള്ളിവാതുക്കൽ. പകരം വയ്ക്കാനാവാത്ത സ്നേഹത്തിൻ്റെ മാതൃഭാവം, നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ നിറഞ്ഞ പുഞ്ചിരി നിഴലിക്കുന്ന ജീവിതം, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സൗഹൃദം. ഇന്ന് സ്വർഗീയ ഗണങ്ങളോടൊപ്പം ദൈവപിതാവിന് ആരാധനാസ്തുതികളേകി പിതാവിൻ്റെ സന്നിധിയിൽ ഇടുക്കി രൂപത പനംകുട്ടി ഇടവക പള്ളിവാതിക്കൽ ജോർജ് മറിയം ദമ്പതികളുടെ 4 മക്കളിൽ പ്രഥമ സന്താനമായി 1960 സെപ്റ്റംബർ 19 ജനിച്ച് അന്ന എന്ന ജ്ഞാനസ്നാന നാമം സ്വീകരിച്ച സിസ്റ്റർ അനില 1983 PDC പഠനം പൂർത്തിയാക്കി ദിവ്യകാരുണ്യനാഥന്റെ ചാരത്തായിരിക്കുവാൻ ആഗ്രഹിച്ച് മാനന്തവാടി ആരാധനാവടത്തിൽ അർത്ഥിനിയായി ചേർന്നു. ദിവ്യകാരുണ്യ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച് അവിടുത്തേക്ക് തന്നെ സമർപ്പിക്കാൻ ആഗ്രഹിച്ച് ഭാഗ്യസ്മരണാർഹനായ മാ ജേക്കബ് തൂങ്കുഴി പിതാവിൻ്റെ ആശീർവാദത്തോടെ 1986 നവംബർ 29 മാനന്തവാടി കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വിശുദ്ധ മദ്ബഹായ്ക്ക് മുൻപിൽ തന്നെ സമർപ്പിച്ച് ദിവ്യകാരുണ്യനാഥന്റെ സ്വന്തമായി. 1986 മുതൽ 12 വർഷക്കാലം മാനന്തവാടി രൂപതയുടെ സെന്റ് ജോസഫ് ബുക്ക് സ്റ്റാളിൽ സേവനനിരതയായിരുന്ന സിസ്റ്റർ തുടർന്ന് നീണ്ട വർഷങ്ങൾ എടപ്പട്ടി, ആലാറ്റിൽ, മീനങ്ങാടി, തെനേരി, പാതിരി, പഴൂർ എന്നീ ഭവനങ്ങളിൽ സുപ്പീരിയറായും തുടർച്ചയായ 6 വർഷക്കാലം പ്രൊവിൻഷ്യൽ ഫിനാൻസ് ഓഫീസറായും ശുശ്രൂഷ ചെയ്തു. കണിയാരം, മാനന്തവാടി, ദ്വാരക, കൽപ്പറ്റ, വിമൽജ്യോതി, പയ്യമ്പള്ളി എന്നിവിടങ്ങളിലും തൻ്റെ അധ്വാനപൂർണമായ ജീവിതം കാഴ്ചവെക്കുവാൻ സിസ്റ്റർ അനിലയ്ക്ക് സാധിച്ചു. ചീരാൽ കുടുക്കി ധ്യാന കേന്ദ്രത്തിലെ ടീം ഓഫ് ട്രിനിറ്റിയുടെ സൗഖ്യാനുഭവ വിടുതൽ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച് സിസ്റ്റർ അനില അപരനപ്പമായി മാറുകയായിരുന്നു. വ്യക്തി ജീവിതങ്ങൾക്ക് ഏറെ വില കൽപ്പിച്ചിരുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ 2011 മുതൽ നീണ്ട 15 വർഷക്കാലം മദ്യപാനികളുടെ ഇടയിൽ മദ്യപാനികൾക്ക് വേണ്ടി ബോയ്സ് ടൗൺ, കുഞ്ഞോം, കുടുക്കി എന്നിവിടങ്ങളിൽ ധ്യാനം, കൗൺസിലിംഗ്, പ്രാർത്ഥന എന്നീ ശുശ്രൂഷകൾക്കായി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. വഴിയോരങ്ങളിലോ ബസ് യാത്രകളിലോ എവിടെയായിരുന്നാലും മദ്യപാനി എന്ന് സംശയിക്കുന്ന ഒരാളെപ്പോലും സിസ്റ്റർ ഉപേക്ഷിച്ചിരുന്നില്ല. ഹോം മിഷൻ, കുടുംബ കൗൺസിലിംഗ് എന്നിവയിലൂടെ ആത്മാക്കൾക്കായുള്ള ദാഹം എത്ര തീക്ഷ്ണമാണെന്ന് മനസ്സിലാക്കി തരുന്ന ജീവിതം. രോഗാവസ്ഥയിലായിരുന്നപ്പോൾ തൻ്റെ ആരോഗ്യം പോലും വകവയ്ക്കാതെ പ്രാർത്ഥനാ സഹായം തേടിവരുന്ന ഫോൺ കോളുകൾക്ക് ആശ്വാസപ്രദമായ മറുപടി നൽകുവാൻ സിസ്റ്ററിൻ്റെ ആത്മാക്കൾക്കായി തുടിക്കുന്ന ഹൃദയത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു സന്യാസിനി ഒരിക്കലും മടുത്തു എന്ന് പറയരുത് എന്ന് ഇടയ്ക്കിടയ്ക്ക് സഹോദരിമാരായി ഞങ്ങളെ ഓർമ്മിപ്പിച്ചിരുന്ന സിസ്റ്റർ അനില കുഞ്ഞുറുമ്പുകൾ ഒരിക്കലും മടുപ്പില്ലാതെ ജോലി ചെയ്യുന്നത് പോലെ ഒരിക്കലും മടുക്കാറില്ലായിരുന്നു എന്നതാണ് സത്യം. ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്കുള്ള മാറ്റം അതായിരുന്നു സിസ്റ്ററിൻ്റെ വിശ്രമ സമയം. കാരുണ്യത്തിൻ്റെ കരം നീട്ടി ആവശ്യക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി എവിടെയും കൈനീട്ടുവാൻ, പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം തകർന്നവർക്ക് പുതുജീവൻ പകരുവാൻ, സ്നേഹശാസനത്തിലൂടെ അവരെ ധ്യാനങ്ങൾക്ക് പറഞ്ഞുവിടുവാൻ ഉള്ള തീക്ഷ്ണത സിസ്റ്ററിൻ്റെ ജീവിതത്തെ ഏറെ വിലയുള്ളതാക്കി മാറ്റി. പലപ്പോഴും ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ ഒരു തുണ്ടു പേപ്പർ കയ്യിൽ കരുതുവാൻ സിസ്റ്റർ മറന്നിട്ടില്ല. പ്രാർത്ഥനാ നിയോഗങ്ങൾ കുറിക്കുന്നതോടൊപ്പം കുമ്പളങ്ങിയും കപ്പളങ്ങിയുമുള്ള ഭവനങ്ങളെ ഒന്നടയാളപ്പെടുത്തി വച്ച് ആവശ്യക്കാർക്ക് വേണ്ടി ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു വാങ്ങി പലപ്പോഴും കുടുക്കി ധ്യാന കേന്ദ്രത്തിൻ്റെയും പല കുടുംബങ്ങളുടെയും ഊട്ടുമേശകൾക്ക് സമൃദ്ധി പകരുവാൻ സിസ്റ്റർ അനില ശ്രദ്ധിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളിലും ലാളിത്യം പുലർത്തിയിരുന്ന സിസ്റ്ററിൻ്റെ എളിയ ജീവിതം ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവ് ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൽ നിന്നും
അന്ത്യശാസനമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ജീവിതക്രമം, തമ്മിലുള്ള യോജിപ്പ്, സംഗതികളുടെ സൂക്ഷ്മം, ഇവ അക്ഷരം പ്രതി പാലിക്കുവാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ്. താൻ കണ്ടുമുട്ടുന്നവർക്കും പ്രാർത്ഥനയുടെ കരമുയർത്തുന്നവർക്കും പിതാവിൻ്റെയും ശന്താളമ്മയുടെയും നൊവേനകൾ നൽകി അവർക്ക് വേണ്ടി അവർക്കൊപ്പം പ്രാർത്ഥിച്ച് എല്ലാവരോടും ദിവ്യകാരുണ്യ പറഞ്ഞു കൊടുത്തിരുന്നു എന്നത് സഭയോടുള്ള കൂറും വിശ്വസ്തതയും ചൂണ്ടിക്കാണിച്ചിരുന്നു. സിസ്റ്റർ അനിലയുടെ ശുശ്രൂഷാ മേഖലകളിലെല്ലാം വികാരിയച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ഏറെ സ്നേഹത്തോടെ കരുതിയിരുന്നു എന്നതിൻ്റെ അടയാളമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ അനിലയ്ക്ക് അന്ത്യോപചാരം അർപ്പിച്ച് കടന്നുപോയ വൈദികരും സമർപ്പിതരും ദൈവജനവും. അതെ, ഇന്നലെ പ്രിയപ്പെട്ട ജെറിനച്ചൻ കുറിച്ചിട്ട വരികളിലും സിസ്റ്റർ അനിലയിലെ അമ്മ മനസ്സ് വായിച്ചെടുക്കുവാൻ സാധിച്ചു. എപ്പോഴെങ്കിലും ഒരു ചെറിയ സഹായം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചാൽ അവ നന്ദിയോടെ ഓർക്കുവാൻ സിസ്റ്റർ മറന്നിട്ടില്ല. ഒപ്പം അധികാരികളോട് അങ്ങേയറ്റം വിധേയത്വമുണ്ടായിരുന്നു. സിസ്റ്ററിനെ അധികാരികൾ ഏൽപ്പിച്ചിരുന്ന ജോലിയും ഏറെ തീക്ഷ്ണതയോടെ ചെയ്യുന്നതോടൊപ്പമാണ് തൻ്റെ കർമ്മമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നത്. പഴൂർ ഭവനത്തിലെ സുപ്പീരിയറായും കുടുക്കി ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളിൽ മുഴുകിയും ഏറെ തീക്ഷ്ണതയോടെ ഓടി നടന്ന് തൻ്റെ ജോലി ചെയ്തു വരവേ ക്യാൻസർ സംബന്ധമായ രോഗം തന്നെ പിടികൂടിയിരിക്കുന്നു എന്ന് MVR ഹോസ്പിറ്റലിൽ നിന്ന് ഉറപ്പാക്കി. ചികിത്സയും വിശ്രമവുമായി ദ്വാരക പ്രൊവിൻഷ്യൽ ഹൗസിലായിരുന്ന് സഹനത്തിൻ്റെ സ്നേഹബലി പൂർത്തിയാക്കുവാൻ സിസ്റ്റർ ഒരുങ്ങുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഈ അടുത്ത നാളുകളിലാണ് അമ്പലവയൽ ഹോസ്പിറ്റലിലേക്ക് സിസ്റ്ററിനെ മാറ്റിയത്. തൻ്റെ ബാച്ചുകാരി കൂടെയായ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളമ്മയോട് സിസ്റ്റർ അനില പറയുമായിരുന്നു, സ്വർഗം തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. തൻ്റെ അടുക്കൽ എത്തുന്നവരോട് പ്രാർത്ഥന ചോദിച്ച് എല്ലാവരോടും ക്ഷമ ചോദിച്ച് പ്രിയപ്പെട്ട സിസ്റ്റർ അനില ഈ അവസാന നാളുകളിൽ സ്വർഗയാത്രയ്ക്കായി ഒരുങ്ങുകയായിരുന്നു. അസുഖം കൂടുതലായപ്പോഴും തൻ്റെ വേദനകളെല്ലാം നിറപുഞ്ചിരിയോടെ സ്വീകരിച്ച് തൻ്റെ കൂടെയായിരുന്ന ബാച്ചുകാരിക്ക് കരിപ്പെട്ടിച്ചക്കരയും മിഠായിയുമെല്ലാം വിളമ്പി നൽകി ആ കരുതലുള്ള സ്നേഹവും ചേർത്തുപിടിക്കുന്ന ഭാവവും സംലഭ്യതയുമെല്ലാം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് യാത്രയാക്കിയപ്പോൾ സ്നേഹിക്കുക എന്നത് ആത്മാവിനോളം വേദന സഹിക്കുന്ന അനുഭവമാണെന്ന് നമ്മയും പഠിപ്പിച്ചു. 30/5/2026 രാവിലെ 8 മണിയോടെ തൻ്റെ സ്വർഗീയ മണവാളൻ്റെ ചാരത്തണയാൻ സമയമായി എന്ന് തിരിച്ചറിഞ്ഞ സിസ്റ്റർ വൈദികനിൽ നിന്ന് സുബോധത്തോടെ വിശുദ്ധ കുർബാനയും അന്തിമാശീർവാദവും സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളമ്മയുടെയും കൗൺസിലേഴ്സിൻ്റെയും ഭവനാംഗങ്ങളുടെയും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ട സിസ്റ്റർ അനിലയുടെ പാവനാത്മാവ് തുറക്കപ്പെട്ട സ്വർഗത്തിലേക്ക് യാത്രയായി. തൻ്റെ ശുശ്രൂഷ മൂലം സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആത്മാക്കളുടെ കണക്കുമായി പള്ളിവാതിക്കൽ നിന്ന് സ്വർഗവാതിക്കലേക്ക് ദിവ്യകാരുണ്യ സ്നേഹം ഹൃദയഭാവമാക്കി ഏവർക്കും സംലഭ്യയായി സാഹോദര്യത്തിൻ്റെ പര്യായമായ പ്രിയപ്പെട്ട സിസ്റ്റർ അനിലയ്ക്ക് സഹോദരങ്ങളുടെ യാത്രാമൊഴി. കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരാത്മീയ ബന്ധമെന്നും കാത്തു സൂക്ഷിക്കാൻ സിസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. ആത്മീയ ശിക്ഷണത്തോടെ ചാച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റും ശരിയും വേർതിരിച്ചറിഞ്ഞ് ചെയ്യാനും സഹോദരങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എത്ര അകന്ന ബന്ധുക്കളായിരുന്നാലും എൻ്റെ ചേച്ചി, എൻ്റെ അനുജൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നുള്ളൂ. പ്രിയപ്പെട്ട ചാച്ചി രോഗാവസ്ഥയിലായിരുന്നപ്പോഴാണ് സഹോദരങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം അളക്കാവുന്നതിലും അപ്പുറത്താണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ട ചാച്ചിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പള്ളിവാതിക്കൽ മുണ്ടയ്ക്കൽ കുടുംബാംഗങ്ങൾക്ക് ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ അനുശോചനം അറിയിക്കട്ടെ. സിസ്റ്റർ ആൻസിൽ മുണ്ടയ്ക്കൽ SABS മാനന്തവാടി, സിസ്റ്റർ ബീന മുണ്ടയ്ക്കൽ SABS കോതമംഗലം, സിസ്റ്റർ ആൻസ് മരിയ കുഴിഞ്ഞാലിൽ SABS കോതമംഗലം, സിസ്റ്റർ ഫിലോ റാണി, ഫാദർ ഷാജി കുഴിഞ്ഞാലിൽ ഓക്കാം, സബ് ഡീക്കൺ അരുൺ തോമസ് CST എന്നിവർ സിസ്റ്റർ അനിലയുടെ കുടുംബാംഗങ്ങളാണ്. എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല. എല്ലാറ്റിൻ്റെയും സാരമിതാണ്, അവിടുന്നാണ് സർവവും.
പ്രഭാഷകനോട് ചേർന്ന് പ്രിയപ്പെട്ട സിസ്റ്റർ അനിലയുടെ കുടുംബത്തിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന നന്ദിയും കടപ്പാടും. ചാച്ചിയുടെ സാന്നിധ്യവും ഓർമ്മകളും നമുക്ക് നേടിത്തന്ന ദൈവാനുഗ്രഹവും മുന്നോട്ടുള്ള വഴികളിൽ കരുത്താകട്ടെ. ഈ നിമിഷം മുതൽ സിസ്റ്ററിനോടും സിസ്റ്ററിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.